നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ലേണിംഗ് വീഡിയോ ആണ്, ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. വീക്കെൻഡാണ്, മോസ്റ്റ്ലി വീക്കെൻഡിൽ ലേണിംഗ് പർപ്പസ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ ലേണിംഗ് വീഡിയോ, നമ്മുടെ നെക്സ്റ്റ് ലേണിംഗ് വീഡിയോ ഒരു ടോപ്പിക്കാണ് റൂൾ ഓഫ് ഇക്വാലിറ്റി. റൂൾ ഓഫ് ഇക്വാലിറ്റി മീൻസ് എനി ടു വേവ്സിൻ്റെ ഇക്വാലിറ്റി എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഒരു രണ്ട് വേവ് ഈക്വൽ ആയിരിക്കും. യൂഷ്വലി എലിറ്റ് വേവ് തിയറിയിൽ അങ്ങനെയാണ്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് പഠിച്ച വീഡിയോ ഇതായിരുന്നു, ടെർമിനൽ ഇമ്പൾസ് ആൻഡ് ട്രെൻഡിങ് ഇമ്പൾസ്. ഓക്കെ, ട്രെൻഡിങ് ഇമ്പൾസ് ആൻഡ് ടെർമിനൽ ഇമ്പൾസ്, ഈ രണ്ട് വേവ്സ് ആണ് നമ്മൾ ഈ രണ്ട് ഇമ്പൾസ് ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണുന്നു, അപ്പോഴേ ഇത് ഒന്ന് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ഒരു ടോപ്പിക് ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, കുറച്ചുകൂടി ക്ലിയറിറ്റി തരും വേവ്സിൻ്റെ. ഓക്കെ, എപ്പോഴും വേവ്സിൻ്റെ റൂൾസാണ് നമുക്ക് മസ്റ്റ്. ഞാൻ പണ്ടേ മുതൽ പറയാറുണ്ട്, വേവ്സിൻ്റെ വേവ്സ് തിയറി ഉണ്ടല്ലോ, അതിൻ്റെ റൂൾസ് നമുക്ക് മസ്റ്റാണ്. ഓക്കെ, അപ്കമിങ് ടൈമിൽ റൂൾസിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ക്ലിയറിറ്റി കിട്ടും. ഇത് ഏത് വേവാണ്, നെക്സ്റ്റ് വേവ് ഏതാ നടക്കുന്നത്, അപ്കമിങ് വേവ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ ബേസിക് ഒന്നും പറയണില്ല, നമുക്ക് പറയണില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ബേസിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ്സിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്, വേവ് മീൻസ് റൂൾ ഓഫ് ഇക്വാലിറ്റി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വേവ്. ഓക്കെ, ഒരു വേവ് ഇങ്ങനെ നമ്മുടെ യൂഷ്വലി മൂവ് ചെയ്യാറുണ്ട്. ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഫുള്ളും 1 2 3 4 5 ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു വേവിൽ എനി ടു വേവ്, ഈ എനി ടു ഇമ്പൾസ്, ഏതെങ്കിലും ഒരു രണ്ട് ഇമ്പൾസ് ആയിരിക്കും ഈക്വൽ ആവുന്നത്. ഓക്കെ, ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ 1 3 and 5. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു രണ്ട് ഇമ്പൾസ് മാത്രമേ നമ്മുടെ ഈക്വൽ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. നമ്മുടെ എപ്പോഴും നമ്മൾ ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് മറക്കാറുണ്ട്, നമ്മളത് മറക്കാൻ പാടില്ല. ഓക്കെ, സോ നമ്മുടെ നമുക്ക് പറയാനുള്ളത് എപ്പോഴും അല്ലെങ്കിൽ ഫസ്റ്റ് വേവ്, തേർഡ് വേവിൻ്റെ ഇമ്പൾസ്, ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വേവ്. ഈ രണ്ടിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു രണ്ട്. ഓക്കെ, 1 or 3 or 5. ഓക്കെ, 1 or 3 or 3 or 5 അല്ലെങ്കിൽ 1 or 5, ഏതെങ്കിലും എനി ടു വേവ് മാത്രമേ മോസ്റ്റ്ലി ഈക്വൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ഈക്വൽ എപ്പോഴും നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, പോയിൻ്റ് വൈസ് അല്ല, മോസ്റ്റ്ലി നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഈ ഒരു മെഷർമെൻറ്റ് ടൂളാണ്. ഇവിടെ മെഷർമെൻറ്റ് ടൂൾ നമ്മുടെ ഇതാണ്, ഇവിടെ കാണാൻ പറ്റും, നോക്കൂ. ഈ ഫോർകാസ്റ്റ് ആൻഡ് മെഷർമെൻറ്റ് ആണല്ലോ, മെഷർമെൻറ്റിൽ ഈ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ച്. ഓക്കെ, റൈറ്റ് സൈഡിൽ എൻഡിലാണ്. സോ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ 1 to 5. ഓക്കെ, ഇത് എത്ര, 11%. എപ്പോഴും പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫ്രം ബോട്ടം ടു ഫസ്റ്റ് വേവിൻ്റെ. അതേപോലെ തേർഡ് വേവ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 2 to 3 വരെ നമ്മൾ ഇത് ഫുൾ വെക്കുകയാണെങ്കിൽ കണ്ടാ, ഞാൻ ബ്ലൂ നമുക്ക് കളർ ചെയ്യുന്നത് റെഡ് ആക്കി എടുക്കാം, അപ്പോൾ കുറച്ച് ക്ലിയറിറ്റി കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഒരു വേവിൻ്റെ ഫുള്ള് ഈ ലെങ്ത് സിമിലർ ഉണ്ടാവണം, 1 3 or 5. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, അപ്പോഴേ കുറച്ചുകൂടി ക്ലിയറിറ്റി കിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടി നമുക്ക് ബെറ്ററായിട്ട് ക്ലിയറിറ്റി കിട്ടും. ഒരു വേവ് തീർന്നോന്നില്ല, റൈറ്റ്, ഒരു വേവ് തീർന്നില്ല. കുറച്ചുകൂടി ടഫസ്റ്റ് പാർട്ടല്ല, ഈസി പാർട്ടാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി. ദാറ്റ് മീൻസ് എപ്പോഴാണ് അത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് എത്ര വരെ പോകും. ഓക്കെ, അല്ലെങ്കിൽ ഇത് എത്ര വരെ പോകും, നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഇത് എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും. എനി 3 വേവ്, ഞാൻ കറക്ഷൻസ് അല്ല പറയണത്, കറക്ഷൻസ് 1 to 2 and 3 to 4 ഈ പോർഷനാണ് കറക്ഷൻസ് ആവുന്നത്. ഓക്കെ, പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം, എന്നിട്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണാവുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫ്രം ബോട്ടം ടു 1 2 to 3 and 4 to 5, ഇതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പൾസ് എപ്പോഴും മോസ്റ്റ്ലി എനി ടു ഇമ്പൾസ്, ഏതെങ്കിലും ഒരു രണ്ട് ഇമ്പൾസ് മാത്രമേ ഒപ്പമാവുള്ളൂ പെർസെൻറ്റേജ് വൈസ്. ഓക്കെ, അതിൽ 5% ഓവർലാപ്പ് കൂടി ഉണ്ടാവാറുണ്ട്. ഓവർലാപ്പ് ദാറ്റ് മീൻസ് പിൻ പോയിൻ്റ് ഒപ്പം ഉണ്ടാവണമില്ല, 5% ഓൾമോസ്റ്റ്. ഈ ബിഗർ ടൈം ഫ്രെയിമിൽ 5% പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും, ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ 5% പറഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഇമ്പൾസാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ട്രെൻഡിങ് ഇമ്പൾസ് ആൻഡ് ഏതായിരുന്നു,
ടെർമിനൽ ഇമ്പൾസ്. ഓക്കെ, ഈ 2 ഇമ്പൾസാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, സോ ആ 2 ടൈപ്പാണ് നമുക്ക് പറയാനുള്ളത്. 2 ടൈപ്പായിരിക്കും. ട്രെൻഡിങ് ഫസ്റ്റ് വരുന്നത് ട്രെൻഡിങ് ഇമ്പൾസ്. ഓക്കെ, സോ ഈ 2 ഇമ്പൾസാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചായിരുന്നു. ഓക്കെ, ട്രെൻഡിങ് ഇമ്പൾസ് ആൻഡ് ടെർമിനൽ ഇമ്പൾസ്. ഈ 2 ഇമ്പൾസിൻ്റെ ഫുള്ള് വീഡിയോ എൻ്റെ ചാനലുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചാനൽ ലേൺ വിത്ത് ഫർമാൻ. ആൻഡ് 1300 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 1003 സബ്സ്ക്രൈബേഴ്സ് വിതിൻ എ ഇയർ നമുക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഇലിയറ്റ് വ്യൂ തിയറി, ആ ഒരു തിയറി പഠിക്കാനുള്ള ഒത്തിരി പേര് ഇൻട്രസ്റ്റഡ് ആണ്. സോ എല്ലാവരും കൂടി അത് പഠിക്കുക. ആൻഡ് ഇൻട്രസ്റ്റ് ഒന്നുകൂടി കാണിക്കുക, കുറച്ചുകൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ അതിൽ നമ്മുടെ ഈ ഒരു ചാനലാണ് ലേൺ വിത്ത് ഫർമാൻ. അതിൽ ഹോം വീഡിയോസ്, ഷോർട്ട്സ് ആൻഡ് ദെൻ പ്ലേലിസ്റ്റിൻ്റെ ലാസ്റ്റത്തെ പാർട്ടാണ് നമ്മൾ ലേണിംഗ് വീഡിയോസ്. 32 ലേണിംഗ് വീഡിയോസ് ഇതിനകത്തുണ്ട്. കണ്ട 30, അതിലേക്ക് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടാവും. ലാസ്റ്റിൽ ഷെയർ ചെയ്തതാണ് ട്രെൻഡിങ്, ടോപ്പിൽ തന്നെ വരും എലിയറ്റ് വേവ് തിയറി ബേസ്ഡ് ലേണിംഗ് വീഡിയോ. ഇത് എലിയറ്റ് വേവ് ഇൻ ഇമ്പൾസ് ഇൻ മലയാളം. ഇതാണ് ട്രെൻഡിങ് ഇമ്പൾസ് ആൻഡ് ടെർമിനൽ ഇമ്പൾസ്. മസ്റ്റായിട്ട് ഈ വീഡിയോ കാണണം. ആകെ 100-105 പേര് ആദ്യം കണ്ടിട്ടുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലിയറിറ്റി കിട്ടുള്ളൂ, മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, സോ ഇതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടാണത് ഹൗ ടു ഫൈൻഡ് എലിയറ്റ് വേവിൻ്റെ ഹൗ ടു ഫൈൻഡ് ബേസ് നമുക്ക് പിൻ പോയിൻറ്റ്, താഴത്തെ പോയിൻറ്റ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡിങ് ട്രയാങ്കിൾ, ABC കറക്ഷൻസ്, എലിയറ്റ് വേവ് 1, 2, 3, 4, അതിൻ്റെ 3 വീഡിയോസ്, എൻഡിങ് ഡയൽ, ലീഡിങ് ഡയൽ ഒക്കെ 333 കറക്ഷൻ ഒക്കെ വീഡിയോസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ. ഓക്കെ, സോ ഈ വീഡിയോസ് മസ്റ്റായിട്ട് എല്ലാവരും കൂടി കാണണം. അപ്പോഴേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലിയറിറ്റി കിട്ടും. ഓക്കെ, കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാകും. സോ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ഇമ്പൾസ് ആൻഡ് ടെർമിനൽ ഇമ്പൾസിൻ്റെ ആ ഒരു ഫുൾ പിക്ചറിലേക്ക് പോകാം ഫസ്റ്റ്. ഓക്കെ, ഇത് റെഗുലർ വ്യൂവേഴ്സ് നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുറേ നാളായിട്ട്, നമ്മുടെ ഇലിയറ്റ് വേവ് തിയറിയുടെ ഈ ഒരു ബേസിക്. സോ ഇത് ഓൾമോസ്റ്റ് ആസ് പെർ മീ ഇത് കയ്യാറായിട്ടുണ്ട്. ബേസിക് ഇനി എനിക്ക് പറഞ്ഞു തരാനില്ല ബേസിക്. സോ നിങ്ങൾ ഇതൊന്നു വേഗം ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കി. ഞാൻ ജസ്റ്റ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ എലിയറ്റ് വേവ് തിയറി ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ആകെ ഒന്ന് പ്രസൻറ്റ് മാത്രം ചെയ്യുന്നുള്ളൂ. എലിയറ്റ് വേവ് തിയറി പ്രസൻറ്റിങ് റീസൺ എന്ന് വെച്ചാൽ എലിയറ്റ് വേവ് തിയറിയുടെ ബേസ് ഒത്തിരി പേരൊന്നും ഐ തിങ്ക് അറിയത്തില്ല, ആരും ഒന്നും പഠിച്ചിട്ടില്ല. എല്ലാവരും ഭയങ്കര ഷോക്കാണ് എലിയറ്റ് വേവ് തിയറി എന്താണ്, എങ്ങനെയാണ്. സോ ആരും ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല അതിനെപ്പറ്റി. അതുകൊണ്ടാണ് ഞാൻ എലിയറ്റ് വേവ് തിയറി ജസ്റ്റ് പ്രസൻറ്റിങ് മാത്രമേ പറയുള്ളൂ. എന്ന് വെച്ചാൽ എലിയറ്റ് തിയറി ജസ്റ്റ് ഒരു ചെറിയ പാർട്സ് മാത്രമേ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. അത് ബേസിക്കാണ്. ആ ബേസിക് ഇതുവരെ ഞാൻ ഷെയർ ചെയ്ത ബേസിക് ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും കൂടി റെഡി ആണെങ്കിൽ വേവ് 1 ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് സമയമുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ ഇനി കമൻറ്റ് ചെയ്ത പോലെ എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യുക. നല്ലപോലെ കമൻറ്റ് ചെയ്തായിരുന്നു, അതേപോലെ ഇനി എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇനി ട്രെൻഡിങ് ഇമ്പൾസിൻ്റെ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ട്രെൻഡിങ് ഇമ്പൾസ് എപ്പോഴും ശ്രദ്ധിക്കുക. ട്രെൻഡിങ് ഇമ്പൾസ് അതിൽ മോസ്റ്റ്ലി ട്രെൻഡിങ് ഇമ്പൾസിൻ്റെ മോസ്റ്റ്ലി ഇമ്പൾസിൻ്റെ പാർട്ട് ഏതാണ്? 0 to 1, 2 to 3 and 4 to 5. അത് എക്സ്റ്റൻഷനിലായിരിക്കും. എക്സ്റ്റൻഷൻ മീൻസ് ബിഗ്ഗറായിട്ട് വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ലെഗ് നല്ല പോലെ മുകളിലേക്ക് പോയി, പിന്നെ ചെറിയ റീട്രേസ്മെൻറ്റ്, പിന്നെ തേർഡ്, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ പാർട്ട്. സോ അതിലാണ് എപ്പോഴും ട്രെൻഡിങ് ഇമ്പൾസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ബ്ലൂ. ഓക്കെ, ടെർമിനൽ ഇമ്പൾസ് റെഡ് സൈഡ് ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെ, നമ്മളത് പറയാം, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം നമുക്ക്. സോ ട്രെൻഡിങ് ഇമ്പൾസിൽ യൂഷ്വലി ഇങ്ങനെയാണ് വരാറുള്ളൂ. 1 to 3 or 3 to 3 or 5 ഇതിനകത്ത് ഏതെങ്കിലും അതായിരിക്കും ഉള്ളത്. ഈ ഒരു പോർഷൻ 0 to 1 or 3. ഓക്കെ, 1 അല്ലെങ്കിൽ 3 ഇതിൽ ഏതെങ്കിലും 2 ഒപ്പമായിരിക്കുള്ളൂ ട്രെൻഡിങ് ഇമ്പൾസിൽ. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ പിന്നെ വരുന്ന ഒരു ചാൻസ് ഉണ്ട്, ഏതാണ് 3 or 4 ഒപ്പമാവാനുള്ള ഒരു ചാൻസസ് ഉണ്ടാകും. 3, ഓക്കെ, കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. 3 or 5. ഓക്കെ, 3 and 5 ഇതിനകത്ത് ഏതെങ്കിലും 2 ഇമ്പൾസ് ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, പിന്നെ വരുന്നത് ടെർമിനൽ ഇമ്പൾസ്.
ടെർമിനൽ ഇമ്പൾസ് ഇതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒരേ ഒരു എക്സാമ്പിൾ എനിക്ക് കിട്ടുള്ളൂ, ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ കൺഫ്യൂഷൻ എന്തായാലും ക്രിയേറ്റ് ചെയ്യും, ബട്ട് അത്രയ്ക്ക് ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇമ്പൾസിൻ്റെ ഇത്രയ്ക്ക് ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അയ്യോ, നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. അയ്യോ, ഇത് ഇനി കിടക്കുന്നുണ്ട്, നമ്മൾ ഇത്ര പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്കമിങ് ടൈമിൽ നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണം. 1-2 പ്രാവശ്യം ഇത് കണ്ടാൽ നമുക്ക് പിക്ചർ ക്ലിയർ ആവില്ല. പഴയ വീഡിയോസ് നിങ്ങൾ ഒന്നുകൂടി പോയി ഇപ്പോൾ കാണുവാണെങ്കിലുണ്ടല്ലോ, ഞാൻ ഗ്യാരൻറ്റിയാണ് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ട്. ആ ഫസ്റ്റ് വീഡിയോസിൽ എലിയറ്റ് വേവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി പോയി അത് കാണുവാണെങ്കിൽ നിങ്ങൾ ഷോക്കാവും. നമ്മൾ ഇത് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പാട്ട് ഫുൾ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മളിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അതിനകത്ത്. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു ഫസ്റ്റ് എലിയറ്റ് വേവ് തിയറി അങ്ങനെയാണ്. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണെങ്കിലുണ്ടല്ലോ, അതിനകത്ത് ഒത്തിരി ഡീപ്പ് നോളജ് അതിനകത്തുണ്ടാകും. ബട്ട് നമ്മൾ മെയിൻ മാത്രം എന്തെങ്കിലും അങ്ങനെ എടുത്ത് നമ്മൾ ജസ്റ്റ് ചാർട്ടിനകത്ത് യൂസ് ചെയ്യാൻ തുടങ്ങും. ബാക്കി അതിനകത്ത് കുറേ ഡീപ്പ് ഡിസ്കഷൻ ഉണ്ടാകും, അതിൽ നമ്മൾ വിട്ട് കളയും. പക്ഷെ അത് 3-4-5 പ്രാവശ്യം ആഫ്റ്റർ 4-5 മന്ത്സ് നമ്മൾ യൂസ് ചെയ്തു, വീണ്ടും 4-5 മന്ത്സ് കഴിഞ്ഞിട്ട് വീണ്ടും ആ വീഡിയോ നോക്കുവാണെങ്കിലുള്ളൂ, അപ്പോൾ നിങ്ങൾ അയ്യോ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോയിൽ അത് വിട്ടുപോയി. മനസ്സിലായി? അതാണ് എലിയറ്റ് വേവ് തിയറിയുടെ വീഡിയോസ്. എപ്പോഴും നമ്മളത് പഴയ വീഡിയോസ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടി കണ്ടുകൊണ്ടിരിക്കണം. വീഡിയോ ലോങ് ആകും, ഞാൻ ഒന്നുകൂടി വേഗം നമ്മൾ ഇത് ചെയ്തേക്കാം. സോ ഇതിനകത്താണ് ടെർമിനൽ ഇമ്പൾസ്. ഇനി ടെർമിനൽ ഇമ്പൾസിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ടെർമിനൽ നമുക്ക് റെഡ് ആക്കി എടുക്കാം. ടെർമിനൽ ഇമ്പൾസ് എങ്ങനെയായിരിക്കും അറിയാമോ? ടെർമിനൽ ഇമ്പൾസിൽ എപ്പോഴും മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഫസ്റ്റ് വേവ് വലുതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വേവ് വലുതായിരിക്കും. ആൻഡ് ഇതിനകത്ത് ഓൺലി ചാൻസസ് ഉണ്ട്, ഓൺലി അല്ല മാക്സിമം ചാൻസസ് ഉണ്ട് ഇതിനകത്ത് 3 and 5th വേവ്, 3rd വേവ് ആൻഡ് 5th വേവ്, ഈ 2 വേവാണ് ഇതിനകത്ത് യൂഷ്വലി ഒപ്പമുണ്ടാവാറുണ്ട്. എക്സാക്ട്ലി രണ്ടും ഈ ക്ലിയർ ആയിരിക്കുള്ളൂ, രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കുള്ളൂ. മനസ്സിലായോ? ഇതിനകത്ത് രണ്ടിൽ ഡിഫറൻസ് മനസ്സിലാക്കി എടുക്കുക. ഇതിനകത്ത് നമ്മുടെ ട്രെൻഡിങ് ഇമ്പൾസില്ലേ, ട്രെൻഡിങ് ഇമ്പൾസിൽ 1, 0 to 1 അല്ലെങ്കിൽ 3rd അല്ലെങ്കിൽ 5th, ഈ 3-ൽ ഏതെങ്കിലും 2. ഓക്കെ, ടെർമിനൽ ഇമ്പൾസിൽ ഓൺലി ചാൻസസ് ഉണ്ട് 3 and 5 മാത്രമേ സിമിലർ ഉണ്ടാവാനുള്ള ചാൻസസ്. ഇതിലാണ് കൂടുതൽ ചാൻസസ് ഉണ്ട് നമുക്ക് മറ്റ് പാറ്റേൺ നമ്മുടെ ഫോം ആവുന്നത്. ഏതാ? ഡയഗണൽ പാറ്റേൺ, എൻഡിങ് ഡയൽ പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് കൂടുതലുള്ള ചാൻസസ്. കാരണം വെച്ചാൽ എൻഡിങ് ഡയൽ പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ എൻഡിങ് ഡയൽ പാറ്റേൺ ആണ് നമ്മുടെ എപ്പോഴും കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത്. അതിലാണ് 3 and 5, 3rd and 5th വേവ് ആണ് മോസ്റ്റ്ലി സിമിലർ ഉണ്ടാവാറുണ്ട്. ഇത് എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇത് എൻഡിങ് ഡയൽ ഇങ്ങനെയല്ല ഫോം ചെയ്യുന്നത്. ഓക്കെ, 3, 4 and 5. ഇപ്പോൾ ഓർമ്മ വന്നോ? അതാണ് വ്യത്യാസം. നമ്മൾ ഇത്ര നാളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴാണ് നമ്മൾക്ക് എനി ടു വേവ് ആണ് ഈക്വൽ ആവേണ്ടത്. ദാറ്റ് മീൻസ് അതിലാണ് ഈ ഒരു വേവിൻ്റെ ചാൻസസ് ഉണ്ടാവുന്നത്. ഈ ഒരു പാറ്റേൺ അങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, ഫോം ആവുന്നത്. ഓക്കെ, സോ കണ്ട. സോ ഈ ഒരു സിറ്റുവേഷനിൽ കണ്ട 3rd വേവ് ആൻഡ് 5th വേവ് മോസ്റ്റ്ലി ചാൻസസ് 3rd വേവ് ആൻഡ് 5th വേവ് സിമിലർ ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. കണ്ട, അപ്പോഴാണ് ഈ എൻഡിങ് ഡയൽ പാറ്റേൺ ഇങ്ങനെ ഫോം ആവുന്നത്. സോ ഫസ്റ്റ് വേവ് വലുതായിരിക്കും ആൻഡ് 3rd and 5th ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പെർസെൻറ്റേജ് വൈസ്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുക. ഇനി ലൈവ് എക്സാമ്പിൾ അല്ല, ബട്ട് യെസ് ഒരു ഓൾഡ് എക്സാമ്പിൾ ഇതിനകത്തുണ്ട് നിഫ്റ്റിയിൽ. ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. യെസ്, ആ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, സോ ഇതെന്തായാലും എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരണമല്ലോ, അപ്പോഴേ നമുക്ക് കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആവുള്ളൂ. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് പ്ലീസ് പഴയ വീഡിയോസ് എല്ലാവരും കൂടി കാണണം. ആൻഡ് യെസ്, എൻ്റെ ഒരു ബാക്കപ്പ് ചാനലാണ്. ആ ബാക്കപ്പ് ചാനലിലാണ് ഞാൻ ഇത് കാണിച്ചു തരാം. ഇതാണ് ആ ബാക്കപ്പ് ചാനൽ, എലിയറ്റ് വേവ് വിത്ത് ഫർമാൻ 01 ബാക്കപ്പ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിങ്ങനെ. സോ അതിൽ ആകെ 2 വീഡിയോസാണ്, ഡിഫറെൻറ്റ് വീഡിയോസാണ്. വ്യൂസ് കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ആ ഒരു ചാനലിലേക്ക് പോകാവുള്ളൂ. റീസൺ എന്ന് വെച്ചാൽ ബാക്കപ്പ് ചാനൽ ജസ്റ്റ് ഉണ്ടാക്കിയതുള്ളൂ, ബട്ട് അതിനകത്ത് ഷെയർ ചെയ്യുന്നത് കുറച്ചുകൂടി ടഫസ്റ്റ് പാർട്ടായിരിക്കുള്ളൂ. എലിയറ്റ് വേവിൻ്റെ കുറച്ചുകൂടി ടഫസ്റ്റ് പാർട്ടാണ് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യുന്നത്. സോ ലിമിറ്റഡ് വീഡിയോസാണ്, ലിമിറ്റഡ് സബ്സ്ക്രൈബേഴ്സാണ്. ബട്ട് യെസ്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ബാക്കപ്പ് ചാനലിലേക്ക് എന്തായാലും ചേരുക. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഇത് കാണുന്നത്, ഈ ഒരു പാർട്ട്, ഈ ഒരു ലെഗ്. ഓക്കെ, നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു ലെഗാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്ത് തരാം. ഓക്കെ,
നമ്മുടെ വേവ് ഇമ്പൾസ് ഞാൻ എടുത്തു. ഇത് എങ്ങനെ കൗണ്ട് ചെയ്യണത്? ഫ്രം ഹിയർ. ഓക്കെ, ഈ ഒരു ടോപ്പാണ്, താഴേക്കാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു പോയിൻ്റാണ്. സോറി. സോ ഇത് ഇങ്ങനെ 1, ഇത് 2 ബൗൺസ്, ഇത് ഇവിടെ വരെ ഫുൾ 3, ഇത് 4 ആൻഡ് ഇത് 5th. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താ റീസൺ എങ്ങനെ? സോ വേവിൻ്റെ സിമിലാരിറ്റി എന്തെങ്കിലും കാണുന്നുണ്ടോ? എനി ടു വേവ് റൂളാണ് എലിയറ്റ് വേവിൻ്റെ റൂളാണ് റൂൾ ഓഫ് ഇക്വാലിറ്റി. ഓക്കെ, എനി ടു വേവ് സിമിലർ ഉണ്ടാവണം. ഓക്കെ, സോ ഞാൻ ഇത് നെച്ചറി ഒന്ന് ഇത് കുറച്ച് തരണ്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 1, 2, 3, 4 ആൻഡ് 5. ഓക്കെ, 5 ഇതൊരു പോയിൻ്റാണ് നമ്മുടെ. ഓക്കെ, സോ എനി ടു വേവ് സിമിലർ ഈക്വൽ എന്തെങ്കിലും ഉണ്ടാവണം. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഇനി ഇതിനകത്ത് കാണുന്നത് ഈക്വൽ ഏതായിരുന്നു? 1 ആണോ, 3rd ആണോ, 5th ആണോ? 5th ഇത് കണ്ട, ഇതിനകത്ത് സ്മോളസ്റ്റ് ആണ് 5th കണ്ടോ? ചെറിയൊരു ഇത്രയേ ഉള്ളൂ 5th. ഓക്കെ, സോ തേർഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ 5th എത്ര വലുതായിരിക്കും ചെറുതായിരിക്കും. 1 കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ നമ്മൾ മെഷർ ചെയ്ത് വെക്കുക, ഇത് ഓൾമോസ്റ്റ് എത്രയാണ്. സോ 3rd അല്ലെങ്കിൽ 5th ഇതിനതിന് ഈക്വൽ ഉണ്ടാകും. സോ 1 and 3 ഒപ്പമാണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, റൂൾ ഓഫ് ഇക്വാലിറ്റി ആസ് പെർ റൂൾ ഓഫ് ഇക്വാലിറ്റി 2 ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് 5th ചെറുതാണ്. ഓക്കെ, ഇത് റൂൾസ് ഞാൻ ഉണ്ടാക്കിയ റൂൾസ് അല്ല, എലിയറ്റ് വേവിൻ്റെ റൂൾസാണ്. ബുക്സിൽ കിട്ടും. എലിയറ്റ് വേവ് ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെയും കിട്ടും റൂൾ ഓഫ് ഇക്വാലിറ്റി. അവിടെ നിന്ന് പഠിക്കുക. ഡീപ്പ് നോളജ് വേണമെങ്കിൽ അവിടെ നിന്ന് പഠിക്കുക, ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ ഒരു മടിയില്ല. പക്ഷേ ഞാൻ ഷെയർ മാത്രം ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ അത്ര ഡീപ്പിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ജസ്റ്റ് ഇപ്പോൾ ബേസിക് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ഇതിലേക്ക് വരിക. ഫോർകാസ്റ്റിംഗ് ആൻഡ് മെഷർ ആൻഡ് ഇവിടെ ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ച്. ഓക്കെ, സോ ഈ ഫസ്റ്റ് വേവിൻ്റെ ഇതിൻ്റെ ഇത് എത്ര % ആണ്? ഓക്കെ, ഈ ഒരു ഫോൾ എത്ര % ആണ്? ഞാൻ ഈ വേവ് ഇത് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. സോ ഇത് എത്ര % ആണ്? ഓക്കെ, പോയിൻ്റ് വൈസും പിന്നെ % വൈസ് ഓൾമോസ്റ്റ് നോക്കിക്കുക. എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, നോക്കുക കറക്റ്റായിട്ട്. ഓൾമോസ്റ്റ് 3000 പോയിൻ്റ് ആണ്. ആൻഡ് ഇവിടെയാണ് -3000. ഇത് കണ്ടോ, ഇതാണ് 3000 പോയിൻറ്റ് ആൻഡ് -11.41%. ഓക്കെ, സോ മൈനസ് മാറ്റാം നമുക്ക്. 3000 പോയിൻറ്റ് ആൻഡ് 11.40%. ഓക്കെ, സോ ഇത്ര തന്നെയാണോ തേർഡ് വേവ് ഇല്ലാന്ന് നോക്കുക. കറക്റ്റ് ഇത് അങ്ങനെ തന്നെ എടുക്കുക, കോപ്പി ആൻഡ് ദെൻ യെസ്. ഓക്കെ, എത്രയാണ് മെഷർ ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് സിമിലർ അല്ലേ? ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആണോ ഇല്ലയെന്ന് നോക്കണം. നിങ്ങളുടെ ചാർട്ടിൽ നോക്കുക, എല്ലാം ഡിഫറെൻറ്റ് ഇതിൻ്റെ കളർ നമുക്ക് ബ്ലൂ ആക്കി എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ചാർട്ടിൽ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും എലിയറ്റ് വേവ്സിൻ്റെ ഇക്വാലിറ്റി. ഓക്കെ, ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ ചാർട്ട് നോക്കണം, എല്ലാ ചാർട്ട്സും. സോ ഏത് വേവ് ഈക്വൽ ആണോ ഇല്ല എന്നൊക്കെ. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് വേവ് ആൻഡ് തേർഡ് വേവ് ഈക്വൽ ആണ്. സോ 5th വേവിൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വേവ് ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 5th വേവ് ചെറുതായിരിക്കും, വലുതാവാനുള്ള ചാൻസസ് കുറവാണ്. ഈ 2 ചെറുതാണെങ്കിൽ 5th വേവ് വലുതാവാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഈ ഈക്വാലിറ്റിയിൽ എത്രയ്ക്ക് വരാനുള്ള ചാൻസസ് ഇല്ല. 1 or 3 ചെറുതാണെങ്കിൽ 5th എക്സ്റ്റൻഷനിൽ പോകും. എക്സ്റ്റൻഷൻ എന്താണ് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ബട്ട് യെസ്, എക്സ്റ്റൻഷൻ സംഭവം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ 5 മൂവ്സിനെക്കാളും കൂടുതൽ മൂവ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. സിംഗിൾ മൂവ് തന്നെ ഹ്യൂജ് ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടി കൂടുതലായിട്ട് മൂവ് തരും. ഓക്കെ, ഇത് ഇത്രയും സമയം എടുക്കും, ബട്ട് പ്രോപ്പർലി മൂവ് കിട്ടും. പ്രോപ്പർലി ഈ നമുക്ക് ഇത് പിക്ചർ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, സോ ഞാൻ ഇവിടെ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ മറന്നുപോയി. സോ ഇൻ കേസ് ഇപ്പോൾ 1 2 3 4 നമ്മളിത് കൗണ്ട് ചെയ്യുന്നതാണല്ലോ. 1 2 3 4 പാറ്റേൺസിലേക്ക് വരിക. ഇവിടെ നിന്നാണല്ലോ 1. ഓക്കെ, 2. സോ ഈ പോർഷനിൽ എന്താ നമ്മൾ 3 വെക്കാത്തത്? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ സാർ. ഇത് ഇങ്ങനെ ഒരു 3 4 5 ഇങ്ങനെ വെച്ചോളൂ. ഓക്കെ, അല്ല, സെക്കൻഡ് വേവ് ആൻഡ് ഫോർത്ത് വേവിൻ്റെ ഫോൾ ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം. അതും സിമിലർ ഉണ്ടാവണം. പക്ഷേ ഇവിടെ സിമിലർ ഉണ്ടോ? ഇല്ലല്ലോ. സോ ഇത്
ഇതാണ് ഓൾമോസ്റ്റ് സിമിലർ. ആ ഒരു ടൈമിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇവിടെ ഒരു ബോട്ടം ഔട്ട് ആയിട്ടില്ല, ഇനിയൊരു ചാൻസസിൻ്റെ ഒരു ഫോൾ തരാനുള്ളത്. ഈ വീഡിയോ ആ ഒരു ടൈമിൻ്റെ വീഡിയോ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഗുലർ വ്യൂവേഴ്സ്ക്ക് നന്നായിട്ട് അറിയാം ബോട്ടം ഔട്ട് ആയിട്ടില്ല, ഇത്തിരി കൂടി ഒരു ഉണ്ട്, ശ്രദ്ധിക്കുക. എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യുക. ബൗൺസ് ആയിട്ട് വീണ്ടും ഒരു ഫോൾ വരാൻ ചാൻസസ് ഉണ്ട്. സോ ഇവിടെ ആ ഒരു ഫോൾ വന്നു, ബോട്ടം ഔട്ടായിട്ട് പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി ബോട്ടം ഔട്ടാക്കി. ഓക്കെ, സോ ഇതാണ് റൂൾ ഓഫ് ഇക്വാലിറ്റി. ഇവിടെ ഇത് ഈ സെക്കൻഡ് വേവിൻ്റെ ഫോളും ആൻഡ് ഫോർത്ത് വേവിൻ്റെ ഫോളിൽ കണ്ട ഇത് സിമിലർ ഉണ്ടാവും, ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവും. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുമ്പോൾ ആ വേവ് ഇതല്ല സെക്കൻഡ് വേവിൻ്റെ ഫോൾ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പറയാമല്ലോ ഈ രണ്ടും ഈക്വൽ ആണല്ലോ, ഇത് രണ്ട് ഈക്വൽ അല്ല. ഇത് തേർഡ് വേവ് ഉണ്ടായിരുന്നു, തേർഡ് വേവ് എക്സ്റ്റൻഷനിലായിരുന്നു, തേർഡ് വേവ് ചാനലിലുണ്ടായിരുന്നു, തേർഡ് വേവ് ആ ഒരു സമയത്ത് ചാനലിനകത്തുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മൾ ഫോം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈസിലി പിടികിട്ടത്തില്ല. ഫോമായി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ പിടികിട്ടുന്നത്. ഓക്കെ, സോ ഈസി അല്ല, നത്തിങ് ഈസി. ഇത് കണ്ട ഈ ടൈപ്പ് ഓഫ് ചാനലുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. തേർഡ് വേവ് ചാനലിൽ ഉണ്ടാവുകയുള്ളൂ. സോ ആ ഒരു സമയത്ത് തേർഡ് വേവ് ചാനലായിരുന്നു. ഫോർത്തിൻ്റെ ബൗൺസ് വന്നു. ഫോർത്തിൻ്റെ ബൗൺസ് എത്ര ഉണ്ടാവാറുണ്ട് പറയൂ? 50% അല്ലേ? നമുക്ക് നോക്കാം. 50%, മാക്സിമം 50% ആണ് തേർഡ് വേവിൻ്റെ ലോ. എത്ര വന്നേ? 50% വരെ പോയില്ല ആ ഒരു സമയത്ത്. ഇതാണ് തേർഡിൻ്റെ ലോ. ഓക്കെ, കണ്ടോ, 50% ടച്ച് ചെയ്തില്ല, മാക്സിമം 50% പോകാവുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ഫിഫ്ത്തിൻ്റെ ഫോളായി. ഓക്കെ, ഇനി ഒരു 1-2 റൂൾസ് ഉണ്ട്. എക്സ്റ്റൻഷൻ്റെ ഡീപ്പ് ഞാൻ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടില്ല, നിങ്ങളത് പഠിച്ചിട്ടില്ല ഇതുവരെ. എക്സ്റ്റൻഷൻ്റെ റൂൾ മീൻസ് തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണെങ്കിൽ എന്തായിരിക്കും, തേർഡ് വേവ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അറിയാൻ പറ്റും ഫോർത്തിൻ്റെ ഫോൾ ഏകദേശം എത്ര വരും. ഫോർത്തിൻ്റെ ഫോൾ എത്ര വന്നു കഴിഞ്ഞാൽ, ഫോർത്തിൻ്റെ ഫോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഫിഫ്ത്ത് എങ്ങനെ ആയിരിക്കും? ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ബട്ട് യെസ്, അത് ഫുൾ ക്ലിയർ ചെയ്ത് തരും അപ്കമിങ് ടൈമിൽ. അതുകൂടി ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരും. മീൻസ് എങ്ങനെ ആയിരിക്കും നെക്സ്റ്റ് വേവിൻ്റെ ഇമ്പൾസിൻ്റെ മൂവ് എങ്ങനെ ആയിരിക്കും, എത്ര ബിഗ് ഉണ്ടാവാനുള്ള, എത്ര വലുതുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ഹോപ്പ് യു ലവ് ദിസ് വീഡിയോ. കൺഫ്യൂഷൻ ഉണ്ടാകും, 1-2 പ്രാവശ്യമല്ല 5 പ്രാവശ്യം മിനിമം കണ്ടോളൂ. ഓക്കെ, ഇവിടെ നിന്നല്ല ഡിഫറെൻറ്റ് ചാനൽസിൽ പോയി ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, കുറച്ചുകൂടി ഡിഫറെൻറ്റ് വെറൈറ്റീസ് കിട്ടും. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ചുകൂടി ഡാറ്റ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ബുക്സ് ഉണ്ടാകും റിലേറ്റീവ് വേവ് തിയറീസിൻ്റെ, അത് പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നോളജ് അവിടെ നിന്ന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.